ഹായ് ഫ്രണ്ട്സ്, യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ചക്ക കിട്ടി. അപ്പോൾ എല്ലാ ദിവസവും ചക്ക കറിയൊക്കെ ഇലയാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഇന്ന് അത് വറുത്തെടുക്കാം. നല്ല കറുമുറാന്ന് കിട്ടുന്ന ചക്ക വറ്റൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ചക്ക നല്ലോണം ഒന്ന് വൃത്തിയാക്കി കഴുകി നീളത്തിനരിഞ്ഞ് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം അതിലേക്ക് ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതേപോലെ ഒന്ന് ഞെരടിയെടുത്ത് വയ്ക്കുക. 5 മിനിറ്റ് വച്ചിരുന്നാൽ മാത്രം മതി. ആ സമയം കൊണ്ട് നമുക്ക് ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. എപ്പോഴും നമ്മൾ ഇതേപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തനി നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ചക്ക ഒന്ന് കോരിയിടാം. കോരിയിട്ട് പെട്ടെന്ന് ഇളക്കരുത്, അപ്പോൾ തവിയിലൊക്കെ ഒട്ടിപ്പിടിക്കും. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വറുത്ത് കോരണ സമയത്ത് നല്ല കറുമുറാന്നിരിക്കുക, പിന്നീട് അതൊന്നും കുയ്ന്ന് പോവുകയൊക്കെ ചെയ്യും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ കോരി എടുക്കുന്നതിന് 1 മിനിറ്റിന് മുമ്പേ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കോരിയെടുക്കാവുന്നതാണ്. അപ്പം ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി ഒരു ടിന്നിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കുകയും ചെയ്യാം. എപ്പോഴും ബേക്കറി ഫുഡൊക്കെ നമുക്ക് നല്ലതല്ല. ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണല്ലോ ചക്കയെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ നല്ലോണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എപ്പോഴും കഴിക്കുകയും ചെയ്യും. ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡുമാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല കാറുമുറാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മളെപ്പോഴും എടുത്താലും ഇതേപോലെ ഇതേ രീതിയിൽ തന്നെ ഇരിക്കും. ഒരിക്കലും കൊയ്യുന്നു പോയി ഒന്നും ചെയ്യൂല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ മക്കളെ. മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ടാറ്റാ.